കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് വർഷയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയാണ്. അപ്പം വർഷയാണെങ്കിൽ ഡബ്ബിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഡയറക്ടർ സാറിനോട് അവൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറേ, അതെ ഇതുപോലെയുള്ള സംഭവങ്ങളാണ് എൻ്റെ വീട്ടിലും ഇന്ന് അരങ്ങേറിയിട്ടുള്ളത്. അതുകൊണ്ട് സാറേ ഇതൊക്കെ എല്ലാ വീടുകളിലും നടക്കുന്നത് തന്നെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗിനെ കുറിച്ച് പരാമർശിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതും ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തോട്ടെ, എനിക്കിതാ നല്ലതുപോലെ തന്നെ വിശക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഷെഫിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വർഷ ഫോൺ എടുക്കുകയാണ്. അങ്ങനെ അവൾ ശ്രീകാന്തിനെ വിളിച്ചു. ശ്രീ ആണെങ്കിലോ കുറച്ച് തിരക്കിലൊക്കെയാണ്. എന്നാലും ശ്രീ കോൾ എടുത്തതും, ആ മാഡം പറയ്, എന്തുണ്ട് വിശേഷം? നിങ്ങൾ എൻ്റെ ബിഗ് ഫാൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയം എന്ത് ഫുഡ് വേണമെങ്കിലും ഞാൻ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷയോട് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം വർഷയാണെങ്കിലോ ഇപ്പം നിങ്ങൾക്ക് എനിക്ക് പെട്ടെന്നൊക്കെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വേണ്ടതെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല ഷെഫ് ഇന്ന് എന്താ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം, അതെ ഇവിടെ ഇന്നുള്ളത് റൈസും അതുപോലെ കുറച്ച് പുലാവും ഒക്കെയാണ്, അപ്പം അത് മതിയോന്ന് ചോദിക്കുമ്പം, അത് വേണ്ട, ഞാനൊരു കാര്യം പറയാം, എന്നാൽ കുറച്ച് നേരം വർഷം ഒന്ന് റിലാക്സ് ചെയ്തിരുന്നേ, അതിനുശേഷം ഒന്ന് നല്ലതുപോലെ ബ്രീത്ത് എടുക്കാൻ പറയുകയാണ്. അപ്പം നമ്മുടെ ശ്രീ പറഞ്ഞതുപോലെ തന്നെ വർഷ അങ്ങനെയൊക്കെ ചെയ്തു. അതിനുശേഷം വർഷയുടെ ഓരോ ഇഷ്ടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുകയാണ് ശ്രീകാന്ത്. അത് അനുസരിച്ച് തന്നെയുള്ള ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ സെക്രട്ടറി എത്രയും പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടേക്ക്, ഞാൻ ആ ഫുഡ് ഇപ്പം തന്നെ റെഡിയാക്കി തന്നേക്കാം. എന്തായാലും വർഷയാണ് എന്നൊന്നും വർഷയുടെ പേരൊന്നും അല്ല വിളിക്കുന്നത്, എന്നാൽ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ കൊടുത്തയക്കാമെന്നും പറഞ്ഞ് ശ്രീ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പം വർഷയ്ക്കാണെങ്കിലോ ശ്രീയെ കാണണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. ഇതുവരെയും കാണാത്തത് കൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം പോകുന്ന വഴി ബൈക്കിലിരിക്കുമ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അതെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട് നമ്മൾ പോകുന്ന വഴിയാ, ഒരുപാട് കാലമായി അവനെ കണ്ടിട്ട്. ഞാനൊരു കാര്യം ചെയ്യാം, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നമുക്ക് രണ്ടുപേർക്കും കൂടി അവൻ്റെ വീട് വരെ ഒന്ന് പോവാം. അപ്പൊ ഇത് കേട്ടതും, എൻ്റെ പൊന്നോ, അതെ നിങ്ങള് നാട്ടിൽ വെച്ച് കുറച്ച് കൂട്ടുകാരും ഒക്കെ ആയിട്ട് എനിക്കൊരു പാർട്ടി തന്നല്ലോ, ആ പാർട്ടിയുടെ ഹാങ് ഓവർ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല, അതുകൊണ്ട് ഞാനെങ്ങും വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾ പോകുന്ന വഴിയാന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എന്നെ ആദിയുടെ വീട്ടിലാക്കിയേക്ക്, ഞാൻ അവിടെ നിന്നോളാം, നിങ്ങൾ കൂട്ടുകാരനെ കണ്ട് സംസാരിച്ച് പതിയെ അങ്ങ് വന്നാൽ മതിയെന്നും പറഞ്ഞ് രേവതി കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിനും, എന്നാ അതാണ് നല്ലതെന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ ഇതാ നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ കൊണ്ടുപോയി രേവതി ആക്കുകയാണ്. അപ്പം ആദ്യമാണെങ്കിലോ ക്രിക്കറ്റ് കളിയാണ്, കുറച്ച് കൂട്ടുകാരും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിയെ കണ്ടതും ആദിക്കുട്ടൻ ഓടി വരികയാണ്. ആൻറ്റി എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട്, ആൻറ്റി ഞങ്ങളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വാന്ന് പറയുമ്പം കുറച്ചു നേരം അവള് പിള്ളേരുടെ കൂടെ കളിക്കുക. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അതെ എന്നാ നീ ഇവിടെ ഒന്ന് കളിച്ചോ, ഞാൻ പോയി എൻ്റെ കൂട്ടുകാരനെ കണ്ട് സംസാരിച്ചിട്ട് മടങ്ങി വരാമെന്നും പറഞ്ഞ് അവനോടൊന്ന് യാത്ര പറഞ്ഞു പോവുകയാണ്. പിന്നീട് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇങ്ങോട്ട് വന്നതും രേവതിയോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങ് വാ, ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ടൊരു വട ഉണ്ടാക്കിയിട്ടുണ്ട്, നിനക്കത് തരാമെന്നും പറഞ്ഞ് ആ അമ്മ വട ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് രേവതിക്ക് കൊടുക്കുകയാണ്. അപ്പൊ രേവതി ആണെങ്കിലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അല്ല മോളെ, നിങ്ങൾ എന്തിനാ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് അമ്മ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ, അത് ഒന്നും പറയണ്ട, ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടന്നതാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, അത് ഞങ്ങൾ തമ്മിലല്ല കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നത്, ഒരബദ്ധം വെച്ചാൽ അദ്ദേഹം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണ്. എൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹവും കല്യാണത്തിന് സമ്മതിച്ചതാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. എന്തായാലും ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ മാറി ഒരുമിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അച്ഛമ്മ ഈ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന് രേവതി ഇങ്ങനെ പറയുകയാണ്. അപ്പം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭാര്യയും ഭർത്താവും ഒന്നാകും, അതുപോലത്തെ ഉള്ള ഒരു ക്ഷേത്രമാണത്, അതുകൊണ്ട് നിങ്ങൾ പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആദ്യമാണെങ്കിൽ അങ്ങോട്ട് ഓടി വരിക, ചേച്ചി എൻ്റെ കൂടെ കളിക്കാൻ വന്നതെന്നും പറഞ്ഞ് നമ്മുടെ രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ അവന്റെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, എടാ നിനക്കിപ്പോ പുതിയ കൂട്ടുകാരിയൊക്കെ കിട്ടിയല്ലോ, ഞങ്ങൾ എന്നാ പിന്നെ വരാന്നും പറഞ്ഞ് അവരൊക്കെ ബൈ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ആദിയും രേവതിയും കൂടി അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ചെറുക്കൻ ഇങ്ങനെ അടിച്ച് ആ ബോൾ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു വണ്ടി ഇങ്ങ് സ്പീഡിൽ വരിക.
അപ്പോൾ ഇവരുടെ വീട് ഒരു റോഡ് സൈഡിലാണ് കേട്ടോ. അങ്ങനെ ആ ഒരു വണ്ടി വന്നത് പെട്ടെന്ന് ആദ്യം ഇടിക്കാൻ പോകും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ നമ്മുടെ രേവതി ഓടിപ്പോയി ആദ്യം ഇങ്ങ് പിടിച്ചു മാറ്റുന്ന സമയത്ത് അവൾക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റുകയാണ്. പുള്ളിക്കാരിയുടെ കാല് ചെറുതായിട്ട് പരിക്ക് പറ്റി. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം കണ്ടോണ്ടാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി കാണുന്ന കാഴ്ച തൻ്റെ ഭാര്യ ഇതാ കാല് വയ്യാതെ റോട്ടിൽ കിടക്കുന്നു. ഒരു വണ്ടിയാണെങ്കിൽ ഓവർ സ്പീഡിൽ അങ്ങ് ഓടിച്ചു പോവുകയും ചെയ്തു. അപ്പം സച്ചി ആ വണ്ടിയെ ചേസ് ചെയ്തിട്ട് അങ്ങനെ പുറകെ പോവാണ്. അങ്ങനെ ചെന്നതും വണ്ടിക്കാരനെ അവിടെ പിടിച്ചു നിർത്തി അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് മര്യാദകേടാടാ കാണിച്ചതെന്ന് ചോദിച്ച് അവനിട്ട് ഒന്ന് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ അവനോട് പറയുന്നുണ്ട്, നീയൊക്കെ ഇടിച്ചിട്ടിട്ട് പോയത് എൻ്റെ ഭാര്യയാണ്, ദേ മര്യാദക്ക് വന്ന് മാപ്പ് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്നും പറഞ്ഞ് സച്ചി അവരെ നിർബന്ധിച്ച് വലിച്ചു പിടിച്ച് ഇങ്ങ് കൊണ്ടുവരുമ്പോഴത്തേക്കിനും രേവതിക്ക് ഇങ്ങനെ അപകടം പറ്റിയ കാര്യം അറിഞ്ഞ് ശ്രുതിയുടെ അമ്മയും ഓടി വന്നു. പുള്ളിക്കാരിയാണെങ്കിൽ മോളെ ബാ എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവളെ എഴുന്നേപ്പിക്കുകയാണ്. അപ്പൊ ഇവന്മാര് വന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ചേച്ചി ക്ഷമിക്കണമെന്നും പറഞ്ഞ് രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ ആ മാപ്പ് ചോദിക്കലൊക്കെ കഴിഞ്ഞു. നമ്മുടെ സച്ചിയാണെങ്കിലോ ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യണത്, ഇത് ഉളുക്കിയതാണോ, എന്നാ വേഗം വാ നമുക്ക് ആശുപത്രി പോകാമെന്നും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അച്ചമ്മ ചെയ്യാറുള്ള ഒരു പൊടിക്കൈ സച്ചി ആലോചിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സച്ചി അവിടെ കണ്ട കുറച്ച് ഇലകളൊക്കെ പറിച്ച് രേവതിയുടെ കാലിൽ ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞു. നമ്മുടെ ശ്രുതിയുടെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ടുപോയി രേവതി ഇരുത്തിയതിന് ശേഷം അവളുടെ ആ ഒരു കവറും ഒക്കെ വാങ്ങിച്ച്, എന്നാ അമ്മേ ഞങ്ങൾ പോവാണ് കേട്ടോ, നീ ഇനി ഇതിന്റെ പേരിൽ മോളെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട, ആദിയുടെ ജീവൻ രക്ഷിച്ചത് രേവതിയാണ് എന്നും പറഞ്ഞ് രേവതി മോളെ കുറിച്ച് ഒരുപാട് നല്ല രീതിയിൽ ആ അമ്മ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ആയിക്കോട്ടെ ഞാൻ ദാ ഇനി പോകുന്ന വഴി ഏതെങ്കിലും ഒരു ഡിസ്പെൻസറിയിൽ കാണിച്ചോളാന്നും പറഞ്ഞ് അവളെ ബൈക്കിൽ കയറ്റി രണ്ടുപേരും അവിടുന്ന് ബൈയൊക്കെ പറഞ്ഞ് പോവുക. അപ്പം ആദ്യമാണെങ്കിൽ വലിയ സങ്കടമൊക്കെ ആയി. ചേച്ചി ഇങ്ങനെ വീണത് താൻ കാരണമാണല്ലോ എന്നും പറഞ്ഞാണ് നമ്മുടെ ആദിക്ക് സങ്കടം. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞതും നമ്മളെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. അപ്പൊ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് മടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ദേവുവിനെ വഴിയിൽ വെച്ച് കാണുക. അപ്പൊ ദേവുവിനെ കണ്ടതും ദേവു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ ശ്രീകാന്തേ എന്ന് പറഞ്ഞ് തിരികെ ഒരു വിളി വന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച്, അല്ല ഇത് എവിടെയാണ്, ഷെഫിനെ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ, ഇവിടെ ഏത് കടയിലെ ഏത് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് എന്നുള്ള കാര്യമൊക്കെ ദേവു ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ദാ ആ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ല, ഞാൻ അത്യാവശ്യമായിട്ട് ഈ പൂക്കളൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടി പോവാ, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ നേരെയില്ല, പിന്നെ എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ല വിശേഷങ്ങൾ തന്നെ, അല്ല എങ്ങനെയുണ്ട് പാചക പരീക്ഷണങ്ങളൊക്കെ, ഇവിടെ പാചകം ചെയ്ത് ആൾക്കാരെ എങ്ങാനും വല്ല ആശുപത്രിയിലും ആക്കിയോ എന്ന് ദേവ് ചിരിച്ചോണ്ട് ചോദിക്കുമ്പം ഒന്ന് പോടി, നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ, എനിക്ക് ഇവിടെ നല്ല ഒന്നാന്തരം ഫാൻസ് ഒക്കെ ഉണ്ട്. ഒരു പെണ്ണ് എല്ലാ ദിവസവും വിളിച്ച് എന്നോട് ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട്. ഈശ്വര ഫുഡ് ഓർഡർ ചെയ്യാറുണ്ടെന്നോ? സത്യം പറയൂ ശ്രീ, എന്താണ് വല്ല ലൈൻ കണക്ഷനോ വല്ലതും ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ശ്രീ പറയുന്നുണ്ട്, ഇത് അങ്ങനെയൊന്നും അല്ല, അവൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന എന്ത് ഫുഡാണേലും വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അവൾക്ക് ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. അവൾ ആരാണെന്നോ അവളുടെ പേരെന്താണെന്നോ അവളെക്കുറിച്ച് മറ്റൊരു ഡീറ്റെയിൽസോ എനിക്കറിയില്ല. എന്തായാലും എന്തോ ഒരു ജോലി ഉണ്ടെന്ന് മാത്രം അറിയാം. ഒരു അസിസ്റ്റന്റ് പയ്യനാണ് അവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതിനപ്പുറം നമ്മൾ കസ്റ്റമറെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയണ്ടല്ലോ. പിന്നെ എനിക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചു, അവളാണ് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് സന്തോഷമൊക്കെ എനിക്കുണ്ട്. അങ്ങനെ ഇവര് സംസാരിച്ച് പോകുന്ന വഴിക്കാണെങ്കിലോ വീടെത്താറായി. എന്നാ ഒരു കാര്യം ചെയ് ശ്രീ, ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്തായാലും ഇന്നില്ല, വേറൊരു ദിവസം വരാട്ടോ എന്ന് പറയുമ്പം ലക്ഷ്മി അമ്മയെ വഴി വെച്ച് കാണുക. അല്ല നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെ വെച്ച് കണ്ടു എന്നുള്ള കാര്യം ലക്ഷ്മി അമ്മ ചോദിക്കുമ്പം, അമ്മേ വരുന്ന വഴിക്കാണ് നമ്മുടെ ഷെഫ് പുതിയ റെസ്റ്റോറൻറ്റിൽ പണിയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് അവിടെ വെച്ചാ ഞങ്ങൾ കണ്ടത്. പുള്ളിക്കാരൻ ഭയങ്കര പുള്ളിയാട്ടോ, ഇങ്ങർക്ക് വീട്ടിലേക്ക് കയറാൻ പോലും നേരെയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കളിയൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവുവിന്റെ സ്വഭാവം അറിയാലോ, അത്യാവശ്യം തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിയുമ്പം നമ്മുടെ ശ്രീ ആണെങ്കിലോ തീർച്ചയായും ഞാൻ മറ്റൊരു ദിവസം ഈ വീട്ടിൽ വരുമെന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ദേവുവിനോട് ലക്ഷ്മിയമ്മ പറയുകയാണ്, അതെ മോളെ, നിനക്ക് ചന്ദ്രമതി അമ്മയുടെ സ്വഭാവം നല്ല രീതിയിൽ അറിയാലോ, അമ്മ ഒരു കാര്യം പറഞ്ഞേക്കാം, അന്ന് കല്യാണ സമയത്ത് ശ്രീകാന്തുമായിട്ട് സംസാരിച്ചു എന്നും പറഞ്ഞാണ് അവരാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മോളെ ശ്രീകാന്തിനെ വീട്ടിലേക്ക് വിളിക്കാനോ അവനോട് വലിയ ലോഹ്യം കാണിക്കാനോ ഒന്നും നിൽക്കണ്ട.
ദേ ഇനി ഒരു ചീത്തപ്പേര് കേട്ട് കഴിഞ്ഞാലേ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. പിന്നെ ആകെയുള്ള ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ രേവതിയുടെ ചെക്കൻ അവൻ നല്ല ഒന്നാതൊരു പയ്യൻ തന്നെയാണ്. ആ ഒളിച്ചോടി പോയവനെ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ മകള് കണ്ണീര് കുടിക്കേണ്ടി വന്നേനെ. അല്ലമ്മേ, അത് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരന്റെ കല്യാണമായെന്ന് ചേച്ചി പറഞ്ഞായിരുന്നല്ലോ. എന്തായി? നമ്മളെ വിളിക്കുമോ അമ്മേ? അപ്പം ഉടനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, വിളിക്കുമായിരിക്കും, നമുക്ക് എന്തായാലും നോക്കാം, വിളിക്കുവാണെങ്കിൽ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് സച്ചിയും രേവതിയുമാണ്. അപ്പം വയ്യാത്ത കാലാണ്, ആ കാലം വെച്ചാണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ബൈക്കിൽ വന്ന് ഇറങ്ങിയ പാടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഒരു ഇച്ചിരി ദൂരം നടക്കേണ്ടത് കൊണ്ട് പുള്ളിക്കാരിക്കാണെങ്കിലോ കാല് നിലത്ത് കുത്താനേ പറ്റുന്നില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം സച്ചി ഇതൊന്നും മൈൻഡാതെ അങ്ങ് മുന്നേ നടന്നു പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സച്ചി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പം രേവതി ആണെങ്കിൽ ആ ബൈക്കിന്റെ പറ്റേ നിന്ന് ഇങ്ങനെ ഞെരിപുഴി കൊള്ളുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക, അല്ല നിനക്ക് എന്ത് പറ്റി? നടക്കുന്നില്ലേ? ഇവിടെ തന്നെ നിന്നാ മതിയോ എന്ന് ചോദിക്കുമ്പോ, അതെ എൻ്റെ കാലിന് ഇച്ചിരി വേദനയൊക്കെ ഉണ്ട്, എനിക്ക് നടക്കാനൊന്നും പറ്റില്ല, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പം അതിനെന്താ, വാ എൻ്റെ കയ്യെ പിടിച്ച് നടന്നു എന്ന് പറയുമ്പം, ഇല്ല എനിക്ക് കാല് തീരെ കുത്താൻ പറ്റുന്നില്ല, ഞാൻ നീ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് വിഷമിക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലോ തൻ്റെ 2 കൈകളും കൊണ്ടും പുള്ളിക്കാരിയെ എടുത്തങ്ങ് പൊക്കുകയാണ്. ഈ കാഴ്ച കണ്ട് സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ വരുന്ന കാഴ്ച കാണുമ്പോഴത്തേക്കിനും നമ്മുടെ പാറുമ്മയാണെങ്കിലോ ഈശ്വരാ ദേ എന്തായാലും ക്ഷേത്രത്തിൽ പോയതിന് ഫലം കിട്ടി തുടങ്ങി, ദേ കലാവതിയമ്മ ഇങ്ങ് വന്നേ, ദേ കാണേണ്ട കാഴ്ച തന്നെയാണെന്നും പറഞ്ഞ് മുത്തശ്ശിയെ വിളിച്ചു വരുത്തുകയാണ്. അപ്പൊ മുത്തശ്ശി നോക്കുമ്പോഴോ, അയ്യോ ഇതെന്തായി കാണുന്നത്, ദേ ഇവര് തമ്മിൽ ഒന്നായോ, ദേ രേവതി മോളെ എടുത്തുകൊണ്ടാണല്ലോ വരുന്നതെന്നും പറഞ്ഞ് മുത്തശ്ശിക്ക് വലിയ സന്തോഷമൊക്കെ ആയി. പക്ഷെ കാലിന് പരിക്ക് പറ്റിയിട്ടാണ് സച്ചി രേവതിയെ എടുത്തത് എന്നുള്ള കാര്യം മുത്തശ്ശിക്ക് പിടികിട്ടിയില്ല. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നതും സച്ചി പറയുന്നുണ്ട്, മുത്തശ്ശി ദേ ഇവളുടെ കാലിൽ കൂടെ വണ്ടിയുടെ ടയർ കയറി, അതുകൊണ്ട് ഇവൾക്ക് നടക്കാൻ പറ്റുന്നില്ല, ഞാൻ അത് കാരണം ഇവളെ എടുത്തുകൊണ്ട് വന്നത്. എൻ്റെ ദൈവമേ എൻ്റെ കൊച്ചിന് എന്ത് പറ്റിയെന്നും ചോദിച്ച് മുത്തശ്ശി ആണെങ്കിലോ നമ്മുടെ സച്ചിയോട് വിവരങ്ങൾ ചോദിക്കുക. അപ്പൊ തന്നെ പാറക്കുട്ടി അമ്മ ഓടി വന്നു. പാറക്കുട്ടി അമ്മയും അതുപോലെ നമ്മുടെ മുത്തശ്ശിയും ഒക്കെ കൂടി സച്ചിയോട് പറഞ്ഞു, മോനെ എത്രയും പെട്ടെന്ന് കൊണ്ട് അകത്ത് കൊണ്ട് കിടത്ത്, നമുക്ക് കാലിന് എന്തെങ്കിലും ചൂടോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈശ്വരനെ കാണാനായിട്ട് ക്ഷേത്രത്തിൽ പോയ വഴിക്കാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ ഒരു ദുഃഖത്തിൽ നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ്. താങ്ക്